സിജെപിയുടെ പാർലമെന്റ് മാർച്ചിന് അനുമതി നൽകില്ല എന്ന് ദില്ലി പോലീസ്. എന്ത് വില കൊടുത്തും നാളെ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയും അറിയിച്ചു. ആശുപത്രിയുടെയും നിരാഹാര സമരം തുടരുകയാണ്. വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്. സിജെപി പ്രതിഷേധം രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് സോനം വാങ്ചുക് പ്രതികരിച്ചു. പാർട്ട പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിന് ഇതുവരെ അനുമതി തേടിയിട്ടില്ല. അപേക്ഷ നൽകിയാലും മാർച്ച് അനുവദിക്കില്ല എന്നാണ് ദില്ലി പോലീസിന്റെ നിലപാട്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന നാളെ ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കും. അറസ്റ്റ് ചെയ്ത് ബലമായി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും നിരാഹാര സമരം അവസാനിപ്പിക്കാൻ സോനം വാങ്ചുക് തയ്യാറായില്ല. ആരോഗ്യനില തൃപ്തികരമെന്നും തുടർച്ചയായ വൈദ്യസഹായം ആവശ്യമാണെന്നും സഫ്ദർജംഗ് സർക്കാർ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആഗ്മോ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ വിശ്വാസമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ആശുപത്രിയിൽ അനധികൃത തടങ്കലിലാണെന്ന് സോനം വാങ്ചുക് എക്സിൽ കുറിച്ചു. ഇന്നലെ അഭിജിത് ദീപ്കയുടെ മുഖത്ത് മഷിക്കുടഞ്ഞ യുവതിയെ തിരിച്ചറിഞ്ഞു. ഹിന്ദുത്വ പ്രവർത്തകയും പുരുഷാവകാശ സംഘടനാ പ്രസിഡന്റുമായ ബർഖ ട്രഹാനാണ് മഷിയെറിഞ്ഞത്. ശ്രീരാമനെ സിജെപി അപമാനിച്ചതാണ് കയ്യേറ്റത്തിന് കാരണമെന്ന് ബർഖ പ്രതികരിച്ചു. സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും അഭിജിത് ദീപ്കെ നിരാഹാര സമരം ഏറ്റെടുത്തതും ജന്തർ മന്ദറിനെ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. പാർലമെന്റ് മാർച്ചിൽ സിജെപിയും ദില്ലി പോലീസും നിലപാട് കടുപ്പിച്ചതോടെ രാജ്യ തലസ്ഥാനം നാളെ സംഘർഷ ഭൂമിയാകുമെന്നുറപ്പായി. ജന്തർ മന്ദറിൽ നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി.